ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മുമ്പ് ലക്ഷദ്വീപിലേക്ക് പോയപ്പോൾ എടുത്തു വെച്ച കുറച്ച് വീഡിയോകളുണ്ട്. അപ്പോൾ അതിലൊരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്ത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ ഒരുപാട് വീഡിയോകൾ നമ്മളെ കണ്ട് അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇതാണ് നമ്മളെ നീരാളി കേട്ടോ. ഇതാണ് എൻ്റെ തൊള്ള പൊട്ടിപ്പിടിച്ച കൈ. ഇതെന്താ പോലത്തെ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കര രസട്ടോ. ഷാറുവാനാ ഇപ്പൊ തന്നെയല്ലേ ഇല്ലെങ്കിൽ ഫുഡ് പിടാവേ ഇങ്ങനെ ചുറ്റി ചുറ്റി കൈക്കെല്ലാം കേറി. അതുപോലെ വേറൊരു വെറൈറ്റി ജീവി കൂടി ഉണ്ട് കേട്ടോ. അപ്പലിൻ്റെ കൂടെ ഇവിടെ കൊഞ്ചെന്ന് പറയും. ഞാനിത് കേരളത്തിലെ പല പ്രമുഖ യൂട്യൂബർമാരുടെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട്. M4 ജിയോ ജോസഫ്, അതുപോലെ ഫിറോസ് ഖാൻ്റെ ഉണ്ട് തോന്നുന്നു. നമ്മളെ ഫുഡ് വില്ലേജ് അങ്ങനത്തെ ചാനലൊക്കെ കണ്ടിട്ടുണ്ട്. ഫ്രൈ ചെയ്യണത് വലിയ ചെമ്മീൻ, അതുപോലത്തെ നല്ല ജീവനുള്ള നല്ല കിട്ടിലൊരു കൊഞ്ചാണ്. 2 എണ്ണം ഉണ്ട്. കണ്ടാൽ നല്ല ഭീകരമായിട്ട് തോന്നും, പേടിയൊക്കെ തോന്നും. അപ്പോൾ അതും പാടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. നമ്മളൊക്കെ വീഡിയോകളിൽ മാത്രം കണ്ടതാണ്. ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു ത്രില്ലാണ്. അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ കണ്ട നീരാളിനെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണിട്ടത്. അതുപോലെയാണ് അപ്പൽ ക്ലീൻ ആക്കട്ടോ. അങ്ങനെ ചാക്കിൽ വിരിച്ചിട്ട് നല്ലതുപോലെ അടിച്ച് പരത്തണം, അല്ലെങ്കിൽ ഈ ഇറച്ചി ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ അടിക്കണം കേട്ടോ. Drifting in the open breeze, suddenly the wind blows you away. അപ്പോൾ നമ്മളെ നീരാളിയൊക്കെ മുറിച്ചൊക്കെ ക്ലീനാക്കി കഴിഞ്ഞ് ഇവിടുത്തെ സ്റ്റൈലിൽ കറി വെക്കുകയാണ് കേട്ടോ. മുളക് ഇവിടുത്തെ സാധാരണ വറ്റൽ മുളക്, ഇവിടുത്തെ ഒരു പ്രത്യേക മുളകുണ്ട്. ആ മുളക് അരച്ചതാണിത്. ആ അരച്ച് നമ്മളിപ്പോൾ ആ നീരാളിക്ക് ഇതുണ്ടല്ലേ ആ മുറിച്ച് വെച്ച അപ്പലിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യണത്. അപ്പോൾ ഇനി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിച്ച് നോക്കാം നമുക്ക് എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ലക്ഷദ്വീപ് സ്റ്റൈലിലുള്ള നീരാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ കറിയിൽ നിന്ന് തന്നെ എടുത്താണ്ട് ഫ്രൈ ആക്കണ ലക്ഷദ്വീപ് സ്റ്റൈലിലുള്ള നീരാളി ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കറി ഇത് നല്ല കിടിലം കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ, അപ്പലിൻ്റെ കഷ്ണങ്ങൾ. ഇനി അതുപോലെ ഫ്രൈ കണ്ടില്ലേ, ആ കറിയിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് ഫ്രൈ ചെയ്യണമാണ്. ഇവിടെ അങ്ങനെയാണ് ഒരു മോഡലായിട്ടുള്ളത്. ഇവിടെ മീനൊക്കെ കറി വെച്ചിട്ട് അതിൽ നിന്ന് തന്നെ ഫ്രൈ ചെയ്യലാണ് അധികം കൂടുതലും. അല്ലാതെ ഫ്രൈ ചെയ്യുന്നതുണ്ട്. അപ്പോൾ നല്ല കിടിലായിട്ട് ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത ലക്ഷദ്വീപിലെ ചോറാണ്. ചോറ്റിലേക്ക് അപ്പലിൻ്റെ കറി ഒഴിച്ചിട്ട് നമ്മളെ അപ്പൽ ഫ്രൈ, അതായത് അപ്പൽ പറഞ്ഞാൽ ഇവിടെ പറയുന്ന പേരാണ് നീരാളി ഫ്രൈ. ഇതൊക്കെ എടുത്ത് നമുക്ക് നല്ലതുപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നുണ്ടാവും തൊള്ളയിൽ. നല്ല സൂപ്പറാണ്, പൊളിയാണ്, കിട്ടില്ലതാണ്. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു കിട്ടിലും വീഡിയോയുമായി അടുത്ത